ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെടുത്ത ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം നോക്കാം കേട്ടോ. എല്ലാ ദിവസവും ഇടുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ എണീക്കാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എണീക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എണീച്ച് ആകെ മൊത്തത്തിൽ നേരെ വൈകി എണീച്ചിട്ട് ആകെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷായി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും തലേ ദിവസത്തെ ജേർണൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജേർണൽ എഴുതാമെന്ന്. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഹാബിറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എഴുതിയപ്പം എനിക്കും തോന്നി കൊള്ളാം. കാരണം നമുക്കൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ള മിസ്റ്റേക്കും കാര്യമൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം അത് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് സമയം ഉമ്മാനൊക്കെ ഹെൽപ്പ് ചെയ്തു. കാരണം ഇന്ന് നമുക്കങ്ങനെ ഡെയിലി ടാസ്ക് ഒന്നുമില്ല. നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്ന് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഉമ്മാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. ചോറൊക്കെ ഒന്ന് ഊറ്റിടാനും അതേപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എണീക്കാൻ നേരം വൈകിയതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സമയം ഇരുന്നിട്ട് എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അനിയൻ എനിക്കിത് ഈ ഒരു മാങ്ങ അതിൽ നമ്മുടെ ഈ ഒരു ചെമ്മീൻ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വെട്ടിക്കുത്ത് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ടു ഡു ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബോറടിക്കുന്നൊരു ടൈമാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു വെറുതെ ഫോണിൽ കളിച്ചിരിക്കേണ്ട, ആ സമയം വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഇരുന്നിട്ട് ഇങ്ങനെ വെട്ടലും അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കലും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരു നൂലും വേണമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വെള്ള നൂല് മാത്രമാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നൂല് കുറച്ച് ഈ ഒരു പച്ച കളർ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് റെഡിയാക്കാമെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് മസ്റ്റാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ആകെ അവിടെ അലങ്കോലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാമെന്നുള്ളത് കേട്ടോ. കാരണം ഞാനത് ഡൈനിങ് ഹാളിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അപ്പം തന്നെ വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആകെ വൃത്തിക്കേടായിട്ട് തോന്നും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത്. വെറുതെ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയ സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്നാലും പിന്നെ ബാക്കി നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ഞാൻ ഈ ഒരു അടക്കപ്പായൊക്കെ തിന്ന് പിന്നെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് രാത്രിയാണ് കേട്ടോ പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാൻ രാത്രിക്കത്തെ പരിപാടികളൊക്കെ. അപ്പോൾ എന്തായാലും ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടോ പോയിട്ട് പിന്നെ അതൊക്കെ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം എനിക്ക് മിസലേനിയസ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ക്ലാസ്സും കൂടെ കേൾക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിചാരിച്ചു അതൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു രാത്രി ഒരു 8 മണി ആ ഒരു സമയമൊക്കെ ആയപ്പം. അപ്പോൾ എന്തായാലും ഞാൻ ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് ആ ഒരു ക്ലാസ്സൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും രാവിലെ ശേഷം നമ്മൾ നേരെ വൈകിട്ടാണ് എണീക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കെന്തോ അറിഞ്ഞുകൂടാ, എൻ്റെ കാര്യങ്ങളൊന്നും വല്ലാണ്ടൊന്നും നടക്കില്ല എന്നുള്ള അവസ്ഥയിലാണ്. ബട്ട് എങ്കിലും ഞാൻ ഈ ഒരു ദിവസം മാക്സിമം കുറേ സമയം ഫോണൊന്നും ഇങ്ങനെ യൂസ് ചെയ്യാണ്ട് എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാമെന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്തായാലും അങ്ങനെ എൻ്റെ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ചൊരു ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കുറച്ച് സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വയ്ക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു എനിക്കൊരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ആ ക്ലാസ്സൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ കേൾക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കേട്ടു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബൈ.